മാരക മയക്കുമരുന്നായ MDMA ഇടനിലക്കാർക്ക് വിൽപ്പന നടത്തുന്ന ആളെ കല്ലമ്പലം പോലീസ് ബാംഗ്ലൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് സ്വദേശി അമീറാണ് പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ആഴ്ചയിൽ വർക്കല സ്വദേശികളായ ദീപു, അഞ്ജന കൃഷ്ണ എന്നിവരെ ബാംഗ്ലൂരിൽ നിന്നും നാട്ടിൽ വിൽപ്പനയ്ക്കായി കടത്തിക്കൊണ്ടുവന്ന 25 ഗ്രാം MDMAയുമായി അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ അന്വേഷണത്തിലൊടുവിലാണ് കോഴിക്കോട് സ്വദേശിയായ അമീർ എന്ന ആളിനെ കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിച്ചത്. തുടർന്ന് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയായിരുന്നു. ഒരാഴ്ചയിലേറെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റിയിലുള്ള മൈലസാന്ദ്രയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ നിന്നുമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കേരളത്തിലേക്ക് MDMA ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ എത്തിക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് അമീർ. പോലീസ് അതിസാഹസികമായാണ് ഇയാളെ പിടികൂടിയത്. നൈജീരിയൻ സ്വദേശികളിൽ നിന്നാണ് ഇയാൾ MDMA വിൽപ്പനയ്ക്കായി വാങ്ങുന്നതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിക്ക് കോഴിക്കോട്, കുറ്റ്യാടി, പേരാമ്പ്ര, മട്ടന്നൂർ, വയനാട്, തൊണ്ടർനാട് സ്റ്റേഷനുകളിലും സമാന കേസുകൾ നിലവിലുണ്ട്. തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി സുദർശനൻ IPS, വർക്കല DYSP ഗോപകുമാർ, തിരുവനന്തപുരം റൂറൽ നർക്കോട്ടിക് സെൽ DYSP പ്രദീപ് കുമാർ എന്നിവരുടെ മേൽനോട്ടത്തിൽ കല്ലമ്പലം പോലീസ് സ്റ്റേഷൻ SHO പ്രൈജുജി, ഡാൻസ് ഓഫ് അംഗങ്ങളായ അനൂപ്, വിനേഷ്, ഡ്രൈവർ CPO ഷിജാസ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കേരളത്തിലേക്ക് മൊത്ത വ്യാപാരം സംശയിക്കാവുന്ന ഒരു സോഴ്സാണ് ഇയാൾ. നിലവിൽ നമ്മുടെ ഒരു അന്വേഷണത്തിൽ ഇപ്പം 3 ജില്ലകളിൽ തന്നെ കേസ് നിലവിലുണ്ട്. കേസുകളിലൊന്നും ഇയാളെ അറസ്റ്റ് ചെയ്യാനായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത. പിടികിട്ട പുള്ളിയായിട്ട് നടക്കുകയാണ് ഇയാൾ. മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ 2 കേസുണ്ട്. പേരാമ്പ്രയിൽ MDMA തന്നെയാണ്. അതും അന്നും പോലീസിനെ വെട്ടിച്ചോടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഒരു പിടികിട്ട പുള്ളിയും കൂടെയാണ്. അയാൾ ഇന്നലെ പിടികൂടാനും കുറച്ച് സമയമായിരുന്നു. ഒരു ഹാർഡ് കോർ ക്രിമിനലാണ് എന്നാണ് നമുക്ക് തോന്നുന്നത്. ഈ MDMA മാത്രമല്ല, അയാൾ നേരത്തെ പുകയില ഉൽപ്പന്നങ്ങൾ, നിരോധിക്കപ്പെട്ട പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയതിന് കേസുണ്ട് അയാൾക്കെതിരെ. അതുപോലെ പണം മാറ്റി ചീട്ട് കളിച്ചതിന് കേസുണ്ട്. അപ്പം നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയാണ്. അയാൾ ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കി. വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്തു. ഏതെങ്കിലും ഈ അദ്ദേഹത്തിൻ്റെ സോഴ്സ് അയാൾ പറയുന്നത് നൈജീരിയ സ്വദേശികൾ ഇവിടെ താമസിക്കുന്നുണ്ട്, അവരിൽ നിന്നാണ് ഈ സാധനം വാങ്ങി വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്ത് അങ്ങനെ അവരിൽ നിന്നാണ് സാധനം വാങ്ങാൻ അയാൾ പറഞ്ഞത്. കല്ലമ്പലം സ്വദേശിയായ ഒരു ഷാൻ എന്നൊരാളിനെയാണ് ഈ നമ്മുടെ 16-ാം തീയതി അറസ്റ്റ് ചെയ്ത ദീപു കൊണ്ട് ഷാൻ വഴിയാണ് സപ്ലൈ ചെയ്യുന്നത്. ഷാനാണ് ഈ കല്ലമ്പലത്തിലെ ഒരു റീറ്റെയിലർ എന്ന് പറയാം. ഷാനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഷാനെ കോടതി ഹാജരാക്കിയിട്ടുണ്ട്. ഒന്നാം പ്രതിയായ ദീപുവിൽ നിന്നും MDMA വാങ്ങി ചില്ലറ വിൽപ്പന നടത്തുന്ന കല്ലമ്പലം സ്വദേശിയായ ഷാനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വർക്കല ടൂറിസം മേഖലയിലും ചിറയിൻകീഴ, വർക്കല താലൂക്കുകളിലെ സ്കൂളുകൾ, കോളനികൾ എന്നിവ കേന്ദ്രീകരിച്ചുമാണ് മയക്കുമരുന്ന്, കഞ്ചാവ് എന്നിവ വ്യാപകമായി വിൽപ്പന നടത്തുന്നത് എന്നും വിവരമുണ്ട്. ഇത്തരം സംഘങ്ങളിലെ കണ്ണികളാണ് ഇപ്പോൾ പിടിയിലായ പ്രതികളെന്നും പോലീസ് പറയുന്നു. ഇവരിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മേഖലയിലെ മുഴുവൻ മയക്കുമരുന്ന് കച്ചവട സംഘങ്ങളെയും പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ് സംഘം. വിസ്മയ ന്യൂസ്, കല്ലമ്പലം.